ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളതും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു മാറ്റി വെക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാനൊരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തരിച്ചു മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം തരിച്ചതിന് ശേഷം ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് 2-3 തവണ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. സാധാരണ 4 എഗ്ഗിലേക്കാണ് ഒരു കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് വലിയ എഗ്ഗ് ആയതുകൊണ്ടാണ് ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് ഇത്തിരി അങ്ങ് പതഞ്ഞ് പൊന്തിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എഗ്ഗിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ എഗ്ഗിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന കൂടുതൽ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്ന കൂടുതൽ തന്നെ 2-3 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കേക്ക്സ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു കാണാൻ ഭംഗി ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. പൈനാപ്പിളിൻ്റെ എസൻസ് മാത്രമാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പം ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സ്ലോലി വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ 2-3 തവണ ആയിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് സ്ലോലി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 8 ഇഞ്ച് മോൾഡിലാണ് പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് മോൾഡ് എടുക്കുമ്പം ഹൈറ്റ് കുറഞ്ഞ ഒരു കേക്ക് ആയിരിക്കും ഉണ്ടാവുക. 7 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. എന്നിട്ട് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു സോസ് പാനിലേക്ക് ഞാൻ ഈ ഒരു കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. സോസ് പാനിൻ്റെ അകത്തായിട്ട് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്തണമെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്കിൽ ഒട്ടും തന്നെ ബാറ്റർ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരട്ടെ. ചൂടാറിയതിന് ശേഷം 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കിയുള്ള 1-2 ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിനുള്ളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ചൂടോട് കൂടി ഒഴിക്കരുത്, എന്നാൽ ചെറിയൊരു ചൂടോട് കൂടി വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഞാൻ 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്.
ഇനി ഞാനിവിടെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം 3 ലെയേഴ്സായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സിൽ കുറച്ച് നട്ട്സ് ഞാൻ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഷുഗർ സിറപ്പുമാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞത് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കേക്ക്സിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഈ ഒരു ഷുഗർ സിറപ്പും നമ്മൾ സെറ്റാക്കി എടുക്കാം. ഇങ്ങനെ ഷുഗർ സിറപ്പ് നല്ല തിളപ്പിച്ച് യൂസ് ചെയ്തിട്ട് കേക്കിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബദാം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫില്ലിങ്സിൽ ഉള്ളിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. മാത്രമല്ല നല്ല ടേസ്റ്റും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്തായാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കേക്ക് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് സെക്കൻഡ് കോട്ട് ചെയ്യലായിരിക്കും കൂടുതലും എളുപ്പമാവുക. ഇതുപോലെ ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പറോ വെച്ചിട്ട് നമ്മൾ കേക്കിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ജസ്റ്റ് സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം ക്രീം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീം കേക്ക്സിൽ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐസിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുന്നേ ചെറുതായിട്ട് ഒരു അടയാളമൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് തോന്നി. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ച് ഞാൻ വരച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീമിൽ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നെയിംസൊക്കെ എഴുതുന്ന നോസിലാണ് ഇട്ടത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ വരച്ചു കൊടുത്തതാണ്. അതിനുശേഷം ഇതുപോലത്തെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ കളേഴ്സൊക്കെ ഡ്രോയിങ് ഒക്കെ അറിയുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാന്നുണ്ടെങ്കിലും ഞാനിതാ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കേക്ക്സിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് ഒരു ബ്രൗൺ ബ്ലാക്ക് കളറിൽ ഒരു കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്ലവറാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ഒരു മെത്തേഡിൽ ഇന്ന് വരെ പൈനാപ്പിൾ കേക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.